അതിർത്തിയിൽ ഇന്നലെ വീണ്ടും പ്രകോപന ആക്രമണവുമായായിരുന്നു പാകിസ്ഥാൻ എത്തിയത്. ജമ്മു ഉൾപ്പെടെ കശ്മീരിലെ വിവിധയിടങ്ങളിലും പഞ്ചാബിലെ അമൃത്സറിലും ഫിറോസ്പൂരിലും രാജസ്ഥാനിലെ പൊഖ്രാനിലും ഡ്രോൺ ആക്രമണ നീക്കമുണ്ടായി. 26 ആക്രമണമുണ്ടായി എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആക്രമണ ശ്രമങ്ങളെല്ലാം തന്നെ തടഞ്ഞിട്ടുണ്ട്. അതിർത്തിക്കപ്പുറത്തു നിന്ന് പാക് സൈന്യം വെടിവെപ്പ് തുടർന്നു. അതേസമയം പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഡ്രോൺ പതിച്ച് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. പോലീസ് സ്ഥിരീകരിച്ച കാര്യമാണ് ഇത്. ഇന്നലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണ ശ്രമം നടത്തിയിട്ടും പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത അടച്ചിരുന്നില്ല. ആക്രമണ സമയത്ത് പാക് വ്യോമപാതയിലൂടെ 2 യാത്രാ വിമാനങ്ങളാണ് കടന്നുപോയതെന്ന് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ തെളിവുകളും ഇവർ പങ്കുവച്ചിരുന്നു. അതേസമയം ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അത് യാത്രാ വിമാനങ്ങൾക്ക് നേരെയാകാൻ വേണ്ടിയുള്ള നീചമായ നീക്കമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത്. ജമ്മു, പഠാൻകോട്ട്, ഉധംപൂർ എന്നീ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്നലെ പാകിസ്ഥാൻ ആക്രമണ നീക്കം നടത്തിയത്. എന്നാൽ പാക് മിസൈലുകളെയും ഡ്രോണുകളെയും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി തകർത്തെറിഞ്ഞു. പാക് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ വ്യോമ മേഖല അടച്ചിരുന്നുവെന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞിരുന്നു. യാത്രാ വിമാനങ്ങൾക്ക് അപകട സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമ മേഖല തുറന്നിട്ടു. ആക്രമണ സമയത്ത് കറാച്ചിക്കും ലാഹോറിനുമിടയിൽ 2 യാത്രാ വിമാനങ്ങളായിരുന്നു പറന്നത്. മെയ് 8, 9 തീയതികളിലായി രാത്രിയിൽ 300 മുതൽ 400 ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത്. ഇവ തുർക്കി നിർമ്മിത അസിസ്റ്റാൻ സോങ്ങർ മോഡലുകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബരാക് 8 S-400 ട്രയം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മറ്റും ഉപയോഗിച്ചാണ് ഇന്ത്യ ഡ്രോൺ ആക്രമണത്തെ തകർത്തത്. ശ്രീനഗർ വിമാനത്താവളം, അവന്തിപ്പോര വിമാനത്താവളം, നഗ്രോട്ട, ജമ്മു, പഠാൻകോട്ട്, ഫാസിൽക്ക, ജയ്സാൽമീർ എന്നിവയായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത്. അതിനിടെ ഫിറോസ്പൂരിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. അതേസമയം സേന ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. നിർണായക പ്രഖ്യാപനങ്ങളായിരിക്കും നടത്തുക. രാവിലെ 5:45 ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചത്. എന്നാൽ അത് പിന്നീട് 10 മണിയിലേക്ക് നീക്കിയിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം ഇനിയും സുപ്രധാന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് സേന നടത്താൻ ഇരിക്കുന്നത് എന്നാണ്. എന്തായാലും നാവികസേനയും യുദ്ധക്കപ്പലുകളുമായി പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ വലിയൊരു നീക്കമാണ് ഇന്ത്യ നടത്താൻ ശ്രമിക്കുന്നത് എന്ന് ഉറപ്പായി തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ അതെല്ലാം അപ്പാടെ തന്നെ ഇന്ത്യ തകർത്തെറിയുകയായിരുന്നു.